ഹലോ എവരിവൺ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ടേ ഒരു കൊറിയയിലത്തെ ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു കൊറിയൻ ചില്ലി ഗാർലിക് സോസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ പേരുണ്ടല്ലോ, കൊറിയൻ ചില്ലി ഗാർലിക് സോസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇട്ട പേരാണ്. വായിക്കൊള്ളാൻ പറ്റാത്തൊരു പേരാണ് കൊറിയയിലെ. എനിക്കത് മനസ്സിലാവണം കൂടി ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടതാണ്. പക്ഷേ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പൊട്ടാറ്റോ ആണ് കേട്ടോ എടുത്തേക്കണേ. ഫസ്റ്റ് ട്രയലായ കാരണം ഞാൻ 3 എടുത്തിട്ടുള്ളൂ. കാരണം ഫ്ലോപ്പായ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയാണെന്നൊക്കെ. ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കാം. അതായത് ഒരു വിസിൽ 2 വിസിൽ വരത്തക്ക വിധത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനത്തെ ഒരു റെസിപ്പിയിലോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുന്ന പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സംഭവം കൊറിയയിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വന്നതാണോ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊറിയയിലോട്ട് പോയതാണോ എന്ന് എനിക്കിപ്പോൾ കൺഫ്യൂഷനായിട്ടോ. കാരണം ഈ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള നമ്മുടെ അവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിലടിക്കുന്നു, അത് ഓടി എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞ് വീണു ഗായ്സ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് നിലത്ത് വീണു. അതിൻ്റെ ഹെഡ് പോർഷൻ ഒടിഞ്ഞു, കണ്ടോ ഇവിടെ ഒടിഞ്ഞു. ഇനി നമുക്ക് ഞാനൊരു കണക്കിനാണ് ഒട്ടിച്ചേട്ടോ. ഒട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഷോർട്സ് എടുക്കുന്ന അങ്ങനത്തെ ഒരു സൈസിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൽക്കാലം ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ വേറെ പുതിയൊരു ട്രൈപോഡ് മേടിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. നിങ്ങളത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളത് എയർ പോകുന്ന സമയം കൊണ്ടേ ഒരു 2 വെളുത്തുള്ളി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളി ആയ കാരണമാണ് കേട്ടോ. നിങ്ങൾ ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 അടുത്തേക്ക് അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോൻ്റെ എയർ പോയിട്ടുണ്ട്, വിസിൽ അടിച്ച എയർ പോയിട്ട് നമുക്കതൊന്ന് മാഷ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പിട്ട് വേവിച്ചേക്കണ കാരണം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേ നമുക്ക് കോൺഫ്ലവർ തന്നെ വേണം കേട്ടോ. ഇത് കുഴയ്ക്കുന്ന സമയത്തേ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ കുറച്ചുള്ള കാരണം ഞാൻ പിന്നെ മൈദ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വഴിയെ പറയാം. എന്തായാലും ഇത് കുഴയ്ക്കാൻ പാകത്തിന് നമ്മൾ കോൺഫ്ലവറും ഉപ്പും മാത്രം എടുക്കാം. മൈദ ദയവ് ചെയ്ത് എടുക്കരുത് കേട്ടോ. ടേസ്റ്റിൽ വലിയ മാറ്റം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഇട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി എന്തോരം കോൺഫ്ലവർ വേണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു കപ്പ് അളവിലൊക്കെ വേണം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പൊട്ടറ്റോനനുസരിച്ചാണ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് കോൺഫ്ലവർ ഇടാം. പിന്നെ കൈക്ക് ഒട്ടി പിടിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം കുഞ്ഞു ബോൾസ് എടുക്കാം. ഞാൻ എടുത്തേക്കാട്ടും കുറച്ചും കൂടി കുഞ്ഞിതാക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ കൊള്ളണ്ടേ. അപ്പോൾ അതിന് ശേഷം ഇത് പരത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പൊക്കെ കിട്ടും. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിനൊരു കൊറിയൻ സോസ് ക്യാപ്പ് എന്ന് അങ്ങനെ വല്ലതൊക്കെ പേരിടാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവൂ കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ എടുത്തിട്ട് കുഴച്ച് കുഞ്ഞു ഇതുപോലത്തെ ക്യാപ്പുകൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ ഷേപ്പ് തന്നെ ഉണ്ടാക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റേതായ ഒരു കാണുമ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ചാൽ ആ ഒരു ഫീൽ വരുള്ളൂ കൊറിയൻ ഫുഡിൻ്റെ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ കൈ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി എണ്ണ തൊട്ട് പറ്റുന്നല്ലായിരിക്കും. കാരണം ഉരുളക്കിഴങ്ങും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ മൈദയും കൂടി വെച്ച കാരണം കുറച്ച് സ്റ്റിക്കി ആയിരുന്നേ. അപ്പോൾ എണ്ണ ഇടയ്ക്ക് പരട്ടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ മാവും നമുക്ക് ആദ്യം കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മളിടാൻ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവേ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചാൽ നമ്മൾ കൈ പൊള്ളാണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആവി ഇങ്ങനെ തള്ളി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നേരത്തെ മൈദയുടെ സംഭവം പറഞ്ഞില്ലേ, മൈദ ഇട്ടത് കൊണ്ട് എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ ഈ ഷേപ്പ് നമുക്ക് നമ്മുടെ കോൺഫ്ലവർ ഇടുകയാണെങ്കിൽ കുക്കായി കഴിഞ്ഞാലും നമ്മൾ തിളപ്പിച്ചത് കുക്കായി കഴിഞ്ഞാലും
ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തതാണ്, എന്നാലും ഇത് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നമ്മളിപ്പോൾ മൈദ ഇട്ടപ്പം ഇതിങ്ങനെ വീർക്കാൻ തുടങ്ങി ഗൈസ്, വീർത്ത് ഇതിങ്ങനെ പൊടിയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരുവിധം ഷേപ്പൊക്കെ ഇതിൻ്റെ നഷ്ടമായി. അതാണ് സംഭവം ഉണ്ടായത് കേട്ടോ. ഇതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അതിപ്പോൾ കോൺഫ്ലവർ ഇട്ടാലും വരും, വേവണമല്ലോ. വേവുമ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പൊന്താൻ തുടങ്ങും. അപ്പോൾ ഇത്തിരി വലിയ പാത്രം കൂടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് ഒരു ചെറിയ സോസും കൂടി ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ, വേറെ ഓയിലൊന്നും എടുക്കരുത്. പിന്നെ അതിലോട്ട് ഗാർലിക്ക് കട്ട് ചെയ്ത് ഇടുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് നമ്മുടെ സോയാ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നമ്മുടെ ഇതിപ്പോൾ കൊറിയൻ ഫുഡ് ആണെങ്കിൽ നമ്മൾ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടല്ലോ സംഭവം, അത് ഇട്ട് കൊടുക്കുക. അതൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. കാരണം എൻ്റെ ഇതിൽ ശരിക്കും ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വെളുത്ത എള്ളും സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ ഗാർണിഷിങ്ങിനും അത് വെളുത്ത എള്ളും കൂടിയാണ് ഇതിന് ഇടുക. അപ്പോൾ ആ രണ്ട് സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്നുകിൽ ഇതിലോട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച സംഭവം ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയയിലൊക്കെ ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പാത്രങ്ങൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇതിലോട്ട് ഇടാണ് ചെയ്തേട്ടാ. അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നീളത്തിലുള്ള ട്രേ പോലത്തെ നമ്മുടെ സെറാമിക്കിൻ്റെ സെർവിങ് ട്രേ കിട്ടുമല്ലോ, അതിലിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഈ സോസ് അതിൻ്റെ മേലക്കോടെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വരും വീഡിയോസിൽ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഇതിലോട്ടിട്ട് കുത്തി ഇങ്ങനെ ഉടച്ച്, ഒരുവിധം ഉടഞ്ഞിരിക്കുന്ന കാരണം ഇനിയിപ്പോൾ ഉടയാനില്ല, എന്നാലും ആവണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് പാത്രം വെച്ചെല്ലാം ചുറ്റിച്ചതിന് ശേഷം ഈ സംഭവം ഒരു പ്ലേറ്റിലോട്ട് ഇട്ടു കിട്ടാം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചില്ല ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഈ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളി ടേസ്റ്റാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാം, കോൺഫ്ലവർ മാത്രം എടുക്കാം, മൈദ ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തുള്ള ഇറ്റാലിയൻ അല്ലെങ്കിൽ ചൈനീസ് ഫുഡൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ആദ്യം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടേ. പക്ഷേ വിചാരിച്ച പോലെയുള്ള ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ ചൂട്ടോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ സോസും അതുപോലെ തന്നെ ഈ പൊട്ടാറ്റോൻ്റെ ടേസ്റ്റും കൂടെയൊക്കെ ആകുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. അടിപൊളി ടേസ്റ്റ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ സോസ് ഉണ്ടാക്കുക, ഇത് ഇന്ന് കുഴച്ച് ഈ ഷേപ്പ് ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, എന്നാലും കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ള എല്ലാ പണികളും നമ്മൾ തീരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.